ചൂടാ കിടില പവർ ബാങ്ക് കേട്ടോ, നാനോ പവർ ബാങ്കാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ ഏകദേശം 3:05. നമ്മളിപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് 3 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, 27 ജനുവരി ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നലെ എല്ലാവരും റിപ്പബ്ലിക് ദിന ആഘോഷമൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ച് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ ഇൻസെൻറ്റീവ് എന്തായാലും മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തെ എൻ്റെ ഇൻസെൻറ്റീവ് മിസ്സായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്പബ്ലിക് ഡേയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 ദിവസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫ്ലാഷ് ബാക്ക് സത്യം തുറന്നു പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസം. ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 6 ദിവസം നമ്മുടെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പലാറ്റീനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഓർഡറാണ്, 2 സോഡലയുമാണ് ഐറ്റംസ്. അപ്പം സ്പില്ല് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബാഗിൽ, ലിക്വിഡൊക്കെ ആകുമ്പോൾ. ചേട്ടാ 2 സോഡലയും 3083. നേരെ ഒന്ന് കെട്ടി വെച്ചേക്കാം. ഞാൻ ലൊക്കേഷനെ കൊടുത്തേക്കുന്ന തെറ്റാ കേട്ടോ. അത് നമ്മുടെ ഫോണിനകത്ത് ലൊക്കേഷൻ ഇല്ലയോ മാപ്പിന് വേണ്ടി ഇടുന്നത്, അത് ഓൺ ആക്കിയിട്ടിട്ട് ഒന്നും കൂടെ വീട്ട് അഡ്രസ്സ് കൊടുക്കണം കേട്ടോ. ഇത് പിടി അടിപൊളി. അപ്പം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. താങ്ക് യു. മിസ്റ്റർ ഡെലിവറി. ടാറ്റാ. Moments later. ഓ പൊളി. 83 അൽഫനാർ. ടീഷർട്ട്. അപ്പോൾ എല്ലാവരും സംശയം ചോദിക്കുകയാണ് നമ്മൾ ടീഷർട്ട് ഇടാതാണോ ജോലിക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ടീഷർട്ട് ഇട്ടിട്ടുണ്ട് അകത്ത്. ചില ദിവസങ്ങളിൽ നമ്മൾ ടീഷർട്ട് ഇടാത്ത കേട്ടോ. ഏട്ടാ കിഴി പൊറോട്ട ചിക്കൻ ഇതാ. പാസ്പോർട്ട് പോകാണ് കേട്ടോ. 14 കിലോമീറ്റർ ഉണ്ട്, 20 മിനിറ്റ്. ശാസ്താംകോട്ട റോഡാണ് കേട്ടോ ഇവിടെ, പോളിക്രേഡേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനോട്ട് വിടാം. അടിപൊളി. ശാസ്താംകോട്ട കായൽ കേട്ടോ, പൊളി. ഇനി 6 മിനിറ്റ് ഉണ്ട്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത്. എന്തായാലും 4 മണിയായതുകൊണ്ട് അത്യാവശ്യം ചൂടില്ല, വെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പം ഗ്ലൗസ് ഇട്ടിട്ടില്ലാത്ത. നമ്മളെന്തായാലും ഇന്ന് പുതിയൊരു ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ പുതിയ ക്യാമറയുടെ റിവ്യൂ ഞാൻ എന്തായാലും അടുത്ത നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ ഏത് ക്യാമറ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ. പിന്നെ എൻ്റെ പവർ ബാങ്ക്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കുക ഏത് പവർ ബാങ്ക് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് ആട്ടോ കാണിക്കുന്നത്. കല്ലുമൺ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. ഒരു പഞ്ചായത്ത് കിണർ പോലത്തെ ഒരു കിണർ. നമ്മൾ ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ ലൊക്കേഷൻ. ഇന്നത്തെ സത്യം പറഞ്ഞ ഒരു ഓർഡർ പോലും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ലൊക്കേഷനിൽ വന്നു പോയി കഴിയുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. അടിപൊളി. പണ്ടത്തെ ചുടുകട്ട കമ്പനി ആട്ടോ. ദാണ്ട ഈ കാണുന്നതൊക്കെ കട്ട ചൂളയിടുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പം അതൊക്കെ പൊളിഞ്ഞു പോയി ആൾറെഡി. അയ്യോ ചൂടാ കിടില. റോഡ് നിൽക്കാതെ അകത്തോട്ട് പോടാ, അല്ല വണ്ടി ഇടിക്കും. എൻ്റെ മോൻ ഇത് ക്രോസ് ആട്ടോ. ഇത് നാടൻ പട്ടിയല്ല, എൻ്റെ തല ഉണ്ടോ? അട്ടടാ, 2 പേരേ ഉള്ളോ? ഞാനിത് കൊട്ടാരക്കരയാണ് കേട്ടോ ഹോട്ടലിൽ വഹിച്ചില്ല. താങ്ക് യു. അവൻ്റെ തല ഉണ്ട്. അയ്യോ മാറി റോഡിൽ നിന്ന് മാറി. അവൻ്റെ തല ഉണ്ട്. ഇത് സാധാ പട്ടിക്കുഞ്ഞല്ലേ, ഇത് ക്രോസാ. 1 2
3 4 അയ്യോ ദാവം നീക്കുന്നു 2 3 4 5 6 പേരുണ്ട് കേട്ടോ. കണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക് ആണ്. അപ്പം ദാണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്. അപ്പോൾ ഇത് അർബൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ 20,000 mAh പവർ ബാങ്ക് കേട്ടോ. നാനോ പവർ ബാങ്ക്. USB സാധാ USB 2 CU ഉണ്ട്. പിന്നെ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേട്ടോ. 12 seconds later. എന്തായാലും ഒരു ചായ കുടിച്ചിട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്, റവ കേക്കാണ്. എന്തായാലും റവ കേക്ക് ഒരു കോഫിയാണല്ലോ. വിളിച്ചിട്ട് എന്തായാലും നമുക്ക് നേരെ അറ്റാക്കിലോട്ട് പോകാം. ഇപ്പം തന്നെ ഏകദേശം നമുക്ക് 110 രൂപയായി കേട്ടോ. റവ കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ അവിടുന്ന്. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വയറിൽ ഓൾറെഡി ഫുള്ളായി. ഇപ്പം ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ കൊട്ടായക്കര സോണിലെത്തിയേക്കാണ്, മുസ്ലിം സ്ട്രീറ്റിൻ്റെ അവിടെ. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക ഉടനെ തന്നെ. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ക്ലച്ചിന് ഒരു സൗണ്ട് കേട്ടോ, പൊട്ടാറായ പോലെ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം അവിടെ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാർ വേറെ ഡൗട്ട് ചോദിച്ചായിരുന്നു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെൻറ്റീവ് ഇപ്പം 75 കഴിഞ്ഞ് 100 കൂടെ ആകുമ്പം 75 100 ഒരുമിച്ചാണോ കിട്ടുന്നത്, അതോ അങ്ങനെയല്ല നമ്മുടെ ഇൻസെൻറ്റീവ് പോകുന്നത്. ഇപ്പം 75 ആണെങ്കിൽ 75 മാത്രമേ കിട്ടും കേട്ടോ. അല്ല 75-ൻ്റെ കൂടെ 100 ആഡ് ചെയ്ത് 175 നമുക്ക് അപ്പം കാണിക്കുന്ന ഇൻസെൻറ്റീവാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ടോട്ടൽ ഇൻസെൻറ്റീവ് ആഡപ്പ് ആവത്തില്ല. 2 hours later. മണിയായി. നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൂടെ നോക്കി വല്ല ഓർഡർ വരുമെന്ന്. പിന്നെ 5 മണി തൊട്ട് 6 മണി വരെ നമ്മുടെ ഫോണിൽ അധികം വലിയ ഓർഡറുകൾ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം അതുകൊണ്ട് ഞാൻ അങ്ങ് വീട്ടിൽ കയറി. ഈ രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യുന്ന ഡെലിവറി ബോയ്സിനെ സമ്മതിച്ച് കേട്ടോ, അവരെ നമസ്കരിച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്ര ക്ഷീണം അറിയത്തില്ല. എന്നാൽ നമ്മളൊന്ന് കയറി ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് എണ്ണിക്കാൻ പറ്റില്ല, അത്ര ക്ഷീണമായിരിക്കും കേട്ടോ ബോഡി. പിന്നെ അത് ഏത് വണ്ടി ഓടിച്ചാലും നമ്മൾ ഒരു ദിവസം മാറി നിന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക്. നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ കവർ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. അത് മാത്രമല്ല ഇപ്പോഴത്തെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ് നമുക്ക് അവിടെ. അതുകൊണ്ടും കൂടെയാണ് പ്രശ്നം മെയിനായിട്ട്. വിക്കുള്ളതായിട്ട് നാസി ഗോറൻ ഫ്രൈഡ് റൈസ് എന്നാണ് കേട്ടോ, വെജ്. അപ്പോൾ ഇത് ഓർഡർ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. 7584 ഇവിടെ അടുത്ത് തന്നെ തോന്നി ഓർഡർ കൊടുക്കാനുള്ളത്. എന്തായാലും 1/2 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബ്രൈറ്റ് ഹോട്ടൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വേഗം ഓർഡർ പോയി കളക്ട് ചെയ്യാം. ഓർഡർ റെഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ഗോബി. അപ്പോൾ നമുക്ക് വൈകിട്ട് 7 മണി തൊട്ട് സർജ് ഉണ്ട്. ഓഫ് റോഡാണല്ലോ അതേ. നമുക്ക് നമ്മുടെ ഫോഗ് ലൈറ്റ് ഓൺ ആക്കാം. അപ്പോൾ ഇതിലാണ് കേട്ടോ ലൊക്കേഷൻ ആണ്. എൻ്റെ മോനെ, ഇത് ബൈക്ക് പോവോ? അത് ബൈക്ക് പോവോന്നല്ല, ബൈക്ക് എല്ലായിടത്തോടെയും പോകും. പക്ഷെ എനിക്ക് തിരിച്ച് ഡെലിവറിക്ക് തന്നെ പോകാനുള്ളതല്ലേ. ചെളി കിടക്കുന്ന നോക്ക്. ജീപ്പ് പോകണം. റൈറ്റ് സൈഡ് എന്തായാലും ഉണങ്ങിയിരിക്കുക. എൻ്റെ പൊന്നോ, ഈ ടയർ ഒരു കാരണവശാലും ഈ ടയർ വാങ്ങിച്ചിട്ടരുത്. കാരണം സാധാ ഒരാളാണെങ്കിൽ ഓട്ടിക്കറിയത്തൊരാളാണെങ്കിൽ ഈ ടയർ ഇട്ടാൽ ഒരു 10 വട്ടം, ഒരു വട്ടം വീഴുന്നതിനെ കുറിച്ച് സംസാരിക്കണ്ട, എന്തായാലും വീഴും. 10 വട്ടം വീണിരിക്കും കേട്ടോ. ഈ ടയർ വലിയ ഗ്രിപ്പും കട്ടയുണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ തെന്നുന്ന ഈ ടയറാണ്. ഫുള്ള് ചെളി കേട്ടോ, സീൻ. മേളി അക്വഡറ്റ്. എൻ്റെ ദൈവമേ, അയ്യോ എൻ്റെ പൊന്നെ, ഇവിടെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലേ തോടാണോ അതോ റോഡാണോ. ചെളിയും കൂടെ കിടക്കുന്നുണ്ട്. ഇത് തന്നെ വീട്. കസ്റ്റമർ വരുന്നുണ്ട്. സീൻ. ചേച്ചി ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? അവിടെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ല, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. താങ്ക് യു. തിരിച്ചിറങ്ങുമ്പോൾ ഒരു വീഴ്ച ഉറപ്പാകണമെങ്കിൽ
അടിപൊളി. ഓർഡർ അടിച്ചിട്ടുണ്ട് 10 രൂപ സർജ് അല്ലെങ്കിൽ 90 രൂപ ഓർഡർ ആയിരുന്നു ചിക്കൻ ടക്ക് കേട്ടോ. അപ്പോൾ ഇതേതോ പുതിയ കടയാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോട്ടലിൽ പോകുന്നത്. നമുക്ക് എന്തായാലും ഓർഡർ കൺഫേം ചെയ്യാം. പുതിയ ഏതോ ഷോപ്പ് നമ്മുടെ സോണിൽ വന്നിട്ടുണ്ടല്ലോ, നമുക്കറിയാത്തത് ഏത് ഷോപ്പിടാ. എനിക്ക് തോന്നുന്നത് കുണ്ട്രയുള്ള ഷോപ്പാണെന്ന് തോന്നുന്നു. കുണ്ട്രയിലോട്ട് ഓർഡർ അടിച്ച് തന്നേക്കുമോ? ചിക്കൻ്റെ കുണ്ട്രയുള്ള ഷോപ്പാട്ടോ. ഷോ, നമുക്ക് തിരിച്ച് കുണ്ട്രയിലോട്ട് പോകണമല്ലോ. കുണ്ട്രയിൽ ചെന്നിട്ട് ഇനി പിന്നെയും 12 കിലോമീറ്റർ ആണോ അതേമേ കുണ്ട്രയിലോ. അത് കൊല്ലത്തോട്ടാണെങ്കിൽ പെട്ട്, കൊട്ടാരക്കല്ലോട്ടാണ് രക്ഷപ്പെട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഡെലിവറി എടുക്കാനായിട്ടായാലും അല്ലാതായാലും ഈ ഹോട്ടലിൽ വരുന്നത്. അപ്പോൾ ഇതൊരു പഴയ വീട് റിനോവേറ്റ് ചെയ്ത് ഹോട്ടലാക്കി കേട്ടോ. ചിക്കൻ ടക്ക് പൊളി. ഇതാണ് ഹോട്ടൽ. സൂപ്പർ റിസോർട്ട്. തിരിച്ച് സോണിലോട്ടാണ് കൊട്ടാരക്കര. അല്ല ബെല്ലടിച്ച് ശല്യം ചെയ്യണ്ട. താങ്ക് യു. 102 രൂപയാണ് കേട്ടോ ഈ ഓർഡറിന് ഇട്ടേക്കുന്നത്. പൊളി. 10 രൂപ സർജും 20 രൂപ ടിപ്പും. എനിക്കുള്ളത് 3 ഷവർമ റോള്, പൊറോട്ട ഷവർമ റോള്, ചിക്കൻ മന്തി ഓർഡർ 0759. പൊളി. വീണ്ടും നമുക്ക് എഴുകോണോട്ടാണ്. കൈ നിറച്ച് ഓർഡർ ആട്ടോ, കൈ നിറച്ച് ഫുഡാണ്. ഞാൻ നല്ല ഫുഡ് ഇറക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ എഴുകോണോട്ടാണ് പോകുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടി. മിക്കവാറും എഴുകോണം എനിക്ക് തിരിച്ച് ലക്ഷ്മി എന്ന് തന്നെ ഒരു ഓർഡർ കൊട്ടാരക്കലോട്ട്, അല്ലെങ്കിൽ നേരത്തെ കൂട്ടർ ചിക്കൻ ടക്കിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയാൽ പൊളിക്കും. ഇപ്പോൾ കിട്ടില്ല ഓർഡർ ആട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 3 മിനിറ്റ് നേരത്തെ എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്രോ ഒന്ന് അടി പിടിച്ചോണേ, പൊട്ടാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു. അടിപൊളി സെറ്റ്. 68-70 രൂപ ഉണ്ട്. 5 minutes later. മൊജിറ്റോ ചിക്കൻ മന്തി. സമയം ഇപ്പോൾ ഏകദേശം 9:40. നമ്മൾ ഓർഡർ എന്തായാലും ഡെലിവറി ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 10:02 കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. നമ്മളിന്ന് അധികം എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. നമുക്ക് അത്യാവശ്യം കുറേ നല്ല ഓർഡറുകളൊക്കെ കിട്ടി കേട്ടോ. 6 മണിക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു 3 മണി തൊട്ട് നമ്മളൊരു ഏകദേശം ഒരു 4:45 ഒരു 1.5 മണിക്കൂർ ഇട്ട് അതിനകത്ത് നമുക്കൊരു 100 രൂപ സംതിങ് കിട്ടി. അത്ര നമ്മൾ റെഡിയാക്കി വെച്ചു. അതിനുശേഷം വീണ്ടും നമുക്ക് 6 മണിക്ക് ശേഷം അത്യാവശ്യം നല്ല ഓർഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 10:03. അപ്പോൾ നമുക്ക് സ്വിഗ്ഗി ആപ്പിൽ കയറി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 മണി റെസ്റ്റോറൻറ്റുകളുണ്ടോ എന്ന് നോക്കട്ടെ. പൊളി കേട്ടോ സെറ്റ്. അപ്പോൾ കൊട്ടാരക്കര നമുക്ക് പുതിയൊരു വിശേഷം കൂടെ ആയിട്ടുണ്ട്. ഇനി തൊട്ട് 11 മണി വരെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഓൺലൈൻ. ഇതാണ്ട് ആപ്ലിക്കേഷനിൽ എല്ലാ ഷോപ്പുകളും ഉണ്ട്. സാധാരണ 10 മണിയാകുമ്പോൾ എല്ലാം ഓഫ് ആവുന്നതാണ്. അടിപൊളി. ബട്ടർ സ്കോച്ച് 6317 റെഡി കൊടുക്കണേ. 6317. 5 minutes later. Later. നമുക്ക് വേറൊരു സന്തോഷം വേറൊന്നുമല്ല. ഇന്ന് 11 മണി വരെ എനിക്ക് സമയത്ത് കടകളെല്ലാം തുറക്കാണ്. പക്ഷേ ആൾക്കാരൊക്കെ പതിയെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ഒരുപാട് ഓർഡറുകൾ രാത്രിയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏണിങ്സ് ഇപ്പോൾ 546 ടോട്ടൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇന്ന് കിട്ടിയത് ഇൻസെൻറ്റീവ് 175 വരെ ആക്കാം. അപ്പം 546 രൂപ 175 കൂടെ ആകുമ്പോൾ 546 + 175 അടിപൊളി 721 കേട്ടോ. പക്ഷേ ഒരു 54 രൂപ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് 225 ഇൻസെൻറ്റീവ് കിട്ടിയാനെ. അപ്പോൾ ഒരു 850-900 അടുപ്പിച്ചൊക്കെ റേഞ്ച് വന്നേനെ കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ.